ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകവൃച്ഛാമിത്താം ധർമ്മസമൂഢചേതഃ യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്ഥേഹംസാദിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഉത്തരഗീതയിലെ 36 ശ്ലോകങ്ങൾ വരെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാണ്. ഇനി 37 തൊട്ട് 40 വരെയാണ് ഇന്ന് ചിന്തിക്കേണ്ടത്. അഹം ബ്രഹ്മേതി മാം ധ്യായേ ഏകാഗ്ര മനസാസൃഗൽ സർവം തരതി പാപ്മാനം കൽപ്പകോടി ശതൈകൃതം ഘട സംവൃതമാകാശം നിയമേന ഘടേയത ഘടേ നശ്യതി നാകാശം തദ്വൽ ജീവ ഇഹാത്മനി ഘടാകാശ വിമാത്മാനം വിലയം വേത്തി തത്വത സ ഗച്ഛതി നിരാലംബം ജ്ഞാനമാലോക്യ ന സംശയ തപേൽ വർഷസഹസ്രാണി ചൈകപാദസ്ഥിതോ നര ഏകസ്യ ജ്ഞാനയോഗസ്യ കലാം ന അർഹതി ഷോഡശി. കഴിഞ്ഞ ശ്ലോകത്തിൽ 36-ാമത്തെ ശ്ലോകത്തിൽ 35, 36 ഒന്നിച്ച് ചിന്തിക്കേണ്ടതാണ് നമ്മൾ കണ്ടതാണ്. ബ്രഹ്മരൂപണി പൃഥ്വീം തോയമധ്യേ വിലീയതേ അഗ്നിനാ പച്യതേ തോയം വായുനാ ഗ്രസ തേനല ആകാശം തു ബിബേൽ വായും ആകാശമേവ ച മധ്യ അഹങ്കാര ചിത്തം ച ക്ഷേത്രജ്ഞ പരമാത്മനി. ആ സമാധിയിലൂടെ ആകുന്ന പ്രായേണ സംപ്രാപ്തിയെ വിവരിക്കുകയാണ് ഇവിടെ ഭഗവാൻ ചെയ്തത്. ഭൗതിക ശരീരത്തിന്റെ അടിത്തറ പഞ്ചഭൂതങ്ങളിൽ ഒന്നായ പൃഥ്വിയാണെന്നും പറഞ്ഞു. അതായത് പഞ്ചഭൂതങ്ങളും പഞ്ചഭൂതങ്ങളുടെ ഗുണങ്ങളും ഒന്നിച്ച് സമ്മേളിക്കുന്ന, അതായത് പ്രകൃതി തത്വങ്ങളെല്ലാം ഒന്നിച്ച് സമ്മേളിക്കുന്ന ഒരേ ഒരു ഇടം ഈ നമ്മുടെ വാസസ്ഥാനമായിരിക്കുന്ന ഭൂമിയാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ജലതത്വം. ജലത്തിലാണ് ജീവാംശങ്ങളൊക്കെ, നമ്മുടെ ജീവൻ പോലും ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്നത് ജലത്തിലൂടെയാണെന്ന് പറഞ്ഞു. അപ്പം സർവം പ്രതിഷ്ഠിതം ഈ യജ്ഞഭാവനയോടുകൂടി നടക്കുന്ന കർമ്മങ്ങളിലൂടെ മാത്രമാണ് ജലം വർഷിക്കപ്പെടുന്നത് എന്നൊക്കെ ഗീതയിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ ജലമാണ് നമ്മുടെ അനന്തരഗതിയെ പോലും സ്വായത്തമാക്കുന്ന ഒരു ആശ്രയം എന്നർത്ഥം. പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജലം എന്ന് പറയാനും കാരണം അതാണ്. കാരണം ജലതത്വത്തിലൂടെയാണ് ജീവന്റെ ഗതി തീരുമാനിക്കുക. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സാധാതി കർമ്മങ്ങളിലും ജലം യാതൊരു ലോഭവുമില്ലാതെ സമർപ്പിക്കണം എന്ന് പറയുന്നത്. ജലത്തിൽ ആ സാധാതി കർമ്മങ്ങൾ പോലും നിർവഹിക്കുക എന്നർത്ഥം. അപ്പൊ ജലതത്വത്തിന് അത്രയധികം പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ കണ്ടു. 4 ഭൂതങ്ങളോടുകൂടി ആകാശത്തെ മനസ്സിനെ കൊണ്ട് നിഗ്രഹിപ്പിക്കണം. ചിത്തം, ബുദ്ധി, അഹങ്കാരം ഇവ ഓരോന്നിലേക്ക് ഇപ്രകാരം ഭൂതങ്ങളോടുകൂടിയ മനസ്സിനെ ലയം പ്രാപിച്ച് ക്ഷേത്രജ്ഞന് ലയിപ്പിക്കണം. അവസാനം ദേഹത്തിന്റെ അന്ത്യാംശമായിരിക്കുന്ന ക്ഷേത്രജ്ഞൻ മാത്രമായിത്തീരുന്നു. ശരീരവും മനസ്സും ചിത്തവും ബുദ്ധിയും അഹങ്കാരം വൃഷ്ടിഭാവത്തിൽ ലഭിക്കാത്തതിനാൽ ക്ഷേത്രജ്ഞനായിരിക്കുന്ന ജീവാത്മാവിന് തനിച്ചു നിൽക്കാൻ നിർവാഹമില്ലാതെ വരുന്നു. അവസാനം ക്ഷേത്രജ്ഞൻ പരമാത്മാവിലേക്കുകയും ചെയ്യും. അപ്പം പരമാത്മാവിൽ നിന്നാണ് ജീവാംശം വന്നിരിക്കുന്നത്. ആ ജീവാംശം നിലനിൽക്കുന്നത് ഈ പ്രകൃതിയെ ആശ്രയിച്ച് കിട്ടിയിരിക്കുന്ന ശരീരങ്ങളിലാണ്. ആ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. അതിൽ പൃഥ്വിതത്വവും ജലതത്വം, അതിലെ ജലതത്വമാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു. പൃഥ്വി ഭൂതത്തെ ജലഭൂതത്തിലും, ജലത്തെ അഗ്നിയിലും, അഗ്നി വായുവിലും, വായുവിനെ ആകാശത്തിലും, ആകാശം മനസ്സിലും, മനസ്സിനെ ചിത്തത്തിലും, ചിത്തത്തെ ബുദ്ധിയിലും, ബുദ്ധിയെ അഹങ്കാരത്തിലും, അഹങ്കാരത്തെ ക്ഷേത്രജ്ഞനിലും, ക്ഷേത്രജ്ഞനെ പരമാത്മാവിൽ ലയിപ്പിച്ച് ദേഹത്യാഗം ചെയ്ത് യോഗി മഹാസമാധിയെ പ്രാപിക്കും. അതായത് അഷ്ടാംഗയോഗത്തിലെ സമാധി സിദ്ധിയാണ് ഇവിടെ ഈ 2 ശ്ലോകത്തിലൂടെ വിവരിച്ചത് എന്നർത്ഥം. അഹം ബ്രഹ്മേതി മാം ധ്യായേ ഏകാഗ്ര മനസാസൃഗൽ സർവം തരതി പാപ്മാനം കൽപ്പകോടി ശതൈകൃതം. പരമാത്മാവായിരിക്കുന്ന ബ്രഹ്മം മാത്രമേ ശാശ്വതമായിട്ട് നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് ഏകാഗ്ര ചിത്തനായും സദാസമയവും പരമാത്മാവായ എന്നെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന യോഗിയുടെ കൽപ്പകോടി ശതങ്ങളിൽ ചെയ്തിട്ടുള്ള സർവപാപങ്ങളും അതിനാൽ നശിക്കുന്നതാണ്. അപ്പം ഈ നാമസങ്കീർത്തനം പോലും പ്രണവമന്ത്രം മാത്രം കൊണ്ട് തന്നെ
100 വർഷങ്ങളിൽ ഇല്ലേ 100 ജന്മങ്ങളിൽ തന്നെ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളിൽ, 100 വർഷം എന്ന് പറയുമ്പോൾ ഒരു ആയുസാ, പക്ഷേ 100 ജന്മങ്ങൾ എന്ന് പറഞ്ഞാലോ. ഇപ്പം ഞാൻ ചിന്തിച്ചതെന്ന് മനസ്സിലാക്കിയത്, ഇപ്പം 16,108 ഭാര്യമാനാണ് ശ്രീകൃഷ്ണനെങ്കിൽ ആ ഓരോ ഭാര്യമാരിലും 14 പുത്രന്മാരെന്ന് പറഞ്ഞാൽ 14 ജന്മങ്ങളാണ്. അപ്പോൾ ഈ 16,108 നാടികളിൽ 8 നാടികൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതിൽ 3 അതിലും പ്രധാനപ്പെട്ടത്, അതിലൊന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നിൽ നിന്നാണ് ഈ 14 മക്കളുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഓരോ ജന്മങ്ങളാണ്. അപ്പം ഏകദേശം 1,61,080 ജന്മങ്ങളാണ് ഒരു മനുഷ്യ ജന്മത്തിൽ എടുക്കേണ്ടി വരിക എന്നർത്ഥം. സിദ്ധി നേടുന്ന ഒരു സാധാരണഗതിയിൽ ശ്രീകൃഷ്ണൻ എത്ര മക്കളാണ്? 16,108 മക്കള്. ഓരോ ഭാര്യമാരിലും 14 മക്കളെന്ന് പറഞ്ഞാൽ ഇൻറ്റു 10, അപ്പം എത്രയായി? 1,61,080 മക്കളുണ്ടായിട്ടുണ്ടെന്നർത്ഥം. അപ്പം അത്രയും ജന്മങ്ങളാണ് ഒരു മനുഷ്യ ജന്മത്തില്. ശതകോടി, അതിലും കൂടുതലും ജന്മങ്ങളിലേക്ക് പോവാം. കൽപ്പകോടി ശതങ്ങളിൽ എന്നാ പറഞ്ഞത്. കാരണം നമ്മൾ ഈ ബന്ധനത്തിൽ നിന്ന് ഒരിക്കലും മുക്തിയാകുന്ന മാർഗത്തിലേക്ക് സഹസ്ര ജന്മങ്ങളിലൂടെ, അതിൽ തന്നെ മനുഷ്യ ജന്മത്തിൽ തന്നെ മനുഷ്യാണാം സഹസ്രഷു കച്ചിൽ ഇതേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെന്നാണോ ഈ ആസുരി ഭാവത്തിൽ നിന്ന്, ഇല്ലേ ആസുരി സുഖഭോഗങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ഈ സത്സംഗ മാർഗത്തിൽ സഞ്ചരിച്ചാൽ പോലും ചിലപ്പം വ്യതിചലിക്ക് താഴേക്ക് പതിക്കും. കാരണം ഈ ലോകങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ തന്നെയാന്ന് പറഞ്ഞു. ഇപ്പം ഈ 14 ലോകങ്ങളും താഴേക്കും മുകളിലേക്കും ഉള്ളത് നമ്മുടെ ശരീരം തന്നെ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയുടെ കോപ്പിയാണെങ്കിൽ, ഈ ഉള്ള ലോകങ്ങളിൽ നമ്മുടെ വാസങ്ങൾ ഇല്ലെങ്കിൽ ഓരോ സമയത്തും അത്യുന്നതിയിൽ എത്തിയിട്ട് പോലും താഴേക്ക് പാമ്പ് മോണി കളിക്കുന്ന പോലെ താഴേക്ക് പതിക്കാം. അപ്പം ഇങ്ങനെ അനേക ജന്മങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ജന്മം കൊണ്ടൊന്നും നമ്മളിപ്പം ഈ വാസനാപരം പൂർണ്ണമായിട്ട് വിടുക എന്ന് പറയുന്നത്, ശരീരമുള്ളിടത്തോളം കാലം ദേഹാഭിമാനം വിടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും വലിയ നമ്മളെ ബാധിക്കുന്ന ഏറ്റവും ഒരു വലിയ പ്രശ്നം ഈ ശരീരം ബോധമാണ്. നമുക്ക് ശരീരത്തിനുണ്ടാകുന്ന ഈ രോഗങ്ങൾ വരെ നമ്മൾ അതിലിപ്പോൾ എത്ര ജ്ഞാനിയായിരുന്നാലും ബ്രഹ്മചാരി ആയിരുന്നുമല്ല, ശരീരത്തിന് എന്തെങ്കിലും അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ അപ്പം ബ്രഹ്മചാനമൊക്കെ പോകും. പിന്നെ ശരീരത്തെ പിടിക്കും. ആ പിടുത്തം വിടില്ല. എന്നാൽ ശരീരമില്ലാതെ കഴിഞ്ഞ അധ്യയത്തിൽ ജീവാത്മാവിനെ കൊണ്ട് ശതജം മാത്രം നിന്നാൽ ഒരു ഗതിയും ഉണ്ടാവില്ല. ആത്മാവ് അശാന്തമായിട്ട് നിന്നാൽ ശരീരം പ്രാപിക്കാതിരിക്കുന്ന അവസ്ഥയ്ക്ക് ആത്മാവ് അലഞ്ഞു നടക്കാന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണഗതി. അപ്പോൾ അതുകൊണ്ട് ഈ പരമാത്മാവായ ബ്രഹ്മം മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ. ബാക്കി കിട്ടുന്നതൊന്നും ശാശ്വതമല്ല. എത്ര കോടി ശതകോടി ജന്മങ്ങൾ എടുത്താലും അതൊന്നും ശാശ്വതമല്ല, വന്നും പോയിരിക്കുന്നതായിരിക്കും. പക്ഷേ ഈ ശരീരമാദ്യം കലുധർമ്മ, ശരീരമുള്ളപ്പോഴേ ഈ ഇതിൻ്റെ ഗതിവിഗതികളെ നമുക്ക് തീരുമാനിച്ച് യഥാർത്ഥ റൂട്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഉപകരണം ഈ ശരീരം മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠതയും. ശരീരം ഇല്ലെങ്കിൽ ഗതി തീരുമാനിക്കാനും പറ്റില്ല. അപ്പം മോക്ഷം കിട്ടുന്നതൊക്കെ പറഞ്ഞാൽ ഇപ്പം മനുഷ്യജന്മം ഇല്ലെങ്കിൽ മനുഷ്യജന്മം കിട്ടിയിട്ട് അതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് പോലും ആത്മാവ് മാത്രം നിന്നാൽ ഗതി പ്രാപിക്കില്ല. അതും ഏതെങ്കിലും കർമ്മബന്ധനം ഉണ്ടെങ്കിൽ യഥാർത്ഥ റൂട്ട് ആത്മാവിനും കിട്ടില്ല എന്നർത്ഥം. പ്രതിലോകത്തിലെത്തിയാലും ഈ പറയുന്ന 14 മണ്ഡലങ്ങളൊക്കെ കടന്നു പോകുക എന്ന് പറയുന്നത് അവിടെ ഇരുന്നുകൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് അവിടെയുള്ള ഗുരുക്കന്മാർ പോലും പറയണത് നിങ്ങൾ ഭൂമിയിൽ ശരീരം എടുത്ത് പോകൂ, എങ്കിലേ അപ്ഗ്രഡേഷൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയും. ഒരു ജന്മം കൊണ്ടും ആകാം, അനേക കോടി ജന്മങ്ങളും എടുക്കാം. അതാണ് ഇവിടെ പറയുന്നത്. യോഗിയുടെ കൽപ്പകോടി ശതങ്ങളിൽ ചെയ്തിട്ടുള്ള സർവ്വപാപങ്ങളും ഒരു ജന്മം കൊണ്ട് തന്നെ ഈ യോഗമാർഗത്തിൽ പൂർണ്ണമാകുന്നതാണ്. അവിടെയാണ് മനുഷ്യജന്മത്തിൻ്റെ ശ്രേഷ്ഠത. മനുഷ്യജന്മത്തിൽ മാത്രമേ ഈ അപ്ഗ്രേഡേഷൻ കിട്ടുള്ളൂ. അത് ഉറപ്പിച്ചു കൊള്ളണം. അപ്പം അങ്ങനെ ദിവ്യമായ ഒരു ജന്മത്തിന് ഉടമകളാണ് നമ്മൾ. പക്ഷെ നമ്മൾ ഈ എന്ത് കാര്യം ചെയ്താലും നമ്മുടെ ശ്രദ്ധ, ഇപ്പം ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, അശ്രദ്ധയോടുകൂടി എന്ത് ചെയ്താലും അതൊന്നും ശ്രേഷ്ഠതയിലേക്ക് എത്തില്ല, ഇഹത്തിലും പരത്തിലും പ്രയോജനപ്പെടില്ല. എന്താ ഈ അശ്രദ്ധ എന്ന് പറയുന്നത്? അശ്രദ്ധ ഉണ്ടാകാനുള്ള കാരണം എന്താ? നമ്മൾ എത്രയൊക്കെ ജ്ഞാനം ലഭിച്ചാലും ഈ ഭൗതിക വിഷയങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞാൽ ഈ ആത്മീയ മാർഗത്തിലുള്ള ശ്രദ്ധ ഇല്ലാതാവും. അപ്പം നമ്മുടെ ശരീരം ഏറ്റവും അശ്രദ്ധയ്ക്ക് ഒരു കാരണമാണ്. കാരണം ഈ ശരീരാസുരി സമ്പത്താണ്.
ഇതേപോലെ ശരീരത്തിന് ഉതകുന്നതായ ഇഷ്ടഭോഗങ്ങളുടെ പിന്നാലെയോ ഇല്ലെങ്കിൽ ഇന്ദ്രിയ ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്രഹ്മജ്ഞാനി പോലും അല്പമെങ്കിലും രമിച്ചാൽ മതി, അവിടെ അശ്രദ്ധ ഉണ്ടാകും. നമ്മൾ ജപിക്കുന്ന സമയത്ത് പോലും നമുക്ക് ഈ ജപത്തിൽ നിന്ന് മനസ്സുകൊണ്ട് അശ്രദ്ധ ഉണ്ടായാൽ പോലും ജപം ശ്രേഷ്ഠമല്ലാതായിത്തീരും. അതാണ് അവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അതായത് ഞാൻ തന്നെ, അതുകൊണ്ട് ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ഏകാഗ്ര ചിത്തനായിക്കൊണ്ട് സദാസമയവും പരമാത്മാവായിരിക്കുന്ന എന്നെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന യോഗിയുടെ കൽപ്പകോടി ശതങ്ങളിൽ തസ്മാ സർവേഷു കാലേഷു മാം അനുസ്മര എന്ന് ഭഗവാൻ പറഞ്ഞതിന്റെ കാര്യം അതാ. അങ്ങനെ എപ്രകാരം നമ്മൾ സ്മരിക്കുന്നുവോ അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ഗതിയും തീരുമാനിക്കും. യം യം വ്യാപി സ്മരൻ ഭാവം തെജത്യന്തേ കളയപരം. അന്ത്യകാലത്ത് വരെ ഏതൊരു വിഷയത്തിലാണോ നമ്മുടെ വാസനാബലം വ്യാപിക്കുന്നത് അതനുസരിച്ചുകൊണ്ടായിരിക്കും അനന്തരഗതി. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഏത് വിഷയങ്ങളിലാണോ നമ്മൾ വ്യാപനം ചെയ്യുന്നത്, യം യം വാഭിസ്മരൻ ഭാവം, എന്തിനെയാണോ നിരന്തരം ചിന്തിക്കുന്നത് അതായിരിക്കും സ്മരണ ഉണ്ടാകുക. അതനുസരിച്ചുകൊണ്ട് ശരീരം ത്യജിച്ചാലോ ഗതിയും അത് തന്നെയാകും. അതേസമയം സദാസമയം ബ്രഹ്മം, അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മ, നമ്മുടെ പ്രജ്ഞാനം തന്നെ, ചിന്ത, വാക്ക്, പ്രവൃത്തിയൊക്കെ ഭൗതിക തലത്തിൽ അനുഭവ തലത്തിൽ എത്തുമ്പോഴാ പ്രജ്ഞാനം എന്ന് പറയാം. ഈ ബ്രഹ്മത്തെ കൊണ്ട് നമുക്ക് ചിന്ത, വാക്ക്, പ്രവൃത്തി എല്ലാം നമ്മളിൽ ഗുണദോഷങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന അവസ്ഥയിലാണ് ശരിക്കും ബ്രഹ്മം നമ്മളിൽ സ്വാധീനം ചെലുത്തിയിട്ട്. അതായത് ഞാൻ പറഞ്ഞ സാധാരണഗതിയിൽ പറഞ്ഞാൽ തന്നെ നമ്മൾ ഭൗതിക വ്യവഹാരത്തിന് വേണ്ടിയിട്ടാണ് ഈശ്വരനെ ആശ്രയിക്കുന്നത്. അല്ലാതെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഈശ്വരനെ ആശ്രയിച്ചിട്ട് വ്യവഹരിക്കുകയല്ല ചെയ്യണം. നമ്മൾ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈശ്വരനിൽ ആശ്രയിക്കുന്നത് പോലും. അപ്പോൾ താൽക്കാലികമാകുമത്. ഇഷ്ടഭോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇച്ഛിക്കുന്ന കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഈശ്വരനെ ആശ്രയിക്കുക. അതാണ് ഭക്തിയുടെ 3 ഘട്ടങ്ങളിൽ സംഭവിക്കുക. ഭഗവാന്റെ ഭക്തരായിട്ട് ലിസ്റ്റിൽ പെട്ടാലും വേണ്ടില്ല, ഈ 3 കാറ്റഗറിയും ശ്രേഷ്ഠമൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ആസുരീ സമ്പത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാനെ ആശ്രയിക്കുന്നതെങ്കിൽ ഈ കിട്ടുന്ന ആസുരീ സമ്പത്തൊക്കെ നശിക്കുന്നത് അപ്പോൾ ശാശ്വതമല്ലാതെ വരും. വീണ്ടും നശിച്ചാൽ വീണ്ടും അതിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ അതിനെ വീണ്ടും ഭഗവാനെ ആശ്രയിക്കണം. അതേപോലെ ശാശ്വതമായ ആത്മബോധതലത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഈശ്വരനെ ആശ്രയിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ഒരിക്കലും നശിക്കാത്ത ശ്രേയസ്സായിരിക്കും ലഭിക്കും. ഏറ്റവും നശിക്കാത്ത ശ്രേയസ് എന്ന് പറയുന്നത് ആത്മബോധം തന്നെയാണ്. അത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഗീത തന്നെ ഭഗവാൻ പറഞ്ഞത്. പാർത്ഥായ പ്രതിബോധിത എന്ന് മാത്രമല്ല, മനുഷ്യായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സദാസമയവും പരമാത്മാവായ എന്നെ തന്നെ താനി സർവാണി സംയമ്യ യുക്ത ആസീതമൽപര എന്ന് ഭഗവാൻ പറഞ്ഞു ഗീതയിലും 2-ാം അധ്യായത്തിൽ. അത് തന്നെ ഇവിടെ പറയുന്നത്, പരമാത്മാവായ എന്നെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന യോഗിയുടെ പൂർവജന്മാർജിതമായ സകല പാപങ്ങളും അതിനാൽ നശിക്കുന്നതാണ്. ഈ ബാക്കിയുള്ള ആസുരി സമ്പത്തിന് വേണ്ടിയിട്ട് വിചാരം ചെയ്താൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് നമുക്ക് പാപം ഉണ്ടാകുകയും ചെയ്യും. പാപം നശിക്കുകയല്ല അവിടെ ചെയ്യുന്നത്. നമ്മൾ ഭൗതിക തലത്തില് ദേഹബോധത്തോടുകൂടി ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് ഉതകുന്ന സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ആസുരി സമ്പത്തിനെ ആശ്രയിച്ചുകൊണ്ട് അത് സ്മരിച്ചുകൊണ്ട് ഈശ്വരനെ ആശ്രയിച്ചിട്ട് ജീവിച്ചാലും അത് നേടാൻ വേണ്ടിയിട്ട് പാപം ചെയ്യേണ്ടി വരും അറിയാതെ. പാപം പഴയതൊന്നും നശിക്കില്ല എന്ന് മാത്രമല്ല, പുതിയതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുകയും ചെയ്യും. അതേസമയം ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട്, ഭഗവാനെ നിരന്തരം സ്മരിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് ഭൗതിക തലത്തിൽ ജീവിക്കാൻ ഉതകുന്ന ശരീരം നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ളതൊക്കെ കരുതി വെച്ച് ചെയ്താലും വേണ്ടില്ല, അതൊരിക്കലും നമുക്ക് ദോഷം ചെയ്യില്ല. എന്ന് മാത്രമല്ല, കോടി ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള പാപങ്ങൾ നശിക്കുകയും ചെയ്യും. ഒറ്റ കാര്യം ചെയ്താൽ മതി, എന്ത് ചെയ്താലും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുക. അത് അടുക്കളയിൽ പോയി ചെയ്താലും, അടിച്ചു വാരിയാലും, പുറത്തു പോയിട്ട് തോട്ടിപ്പണി ചെയ്താലും, വ്യാധന്റെ പണി ചെയ്താലും, ഇറച്ചുവെട്ടിക്കാരനും പോലും ശ്രേഷ്ഠത ലഭിക്കാൻ കാരണം എന്താ? ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളത്. എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റില്ല. അറിഞ്ഞോ അറിയാതെ നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോഴൊക്കെ ഭഗവാനെ സംശയിച്ചു അഹം ബ്രഹ്മാസ്മി. അങ്ങനെ ചെയ്താൽ ഒരേ കാര്യം തന്നെ ഒരു വിധത്തിൽ ചെയ്താൽ നന്മയിലേക്കും, അതേ കാര്യം മറ്റൊരു വിധത്തിൽ ചെയ്താൽ തിന്മയിലേക്കും എന്ന് പറഞ്ഞാൽ പാപത്തിലേക്കും പോകും. ആസുരി സമ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈശ്വരനെ ആശ്രയിച്ചിട്ട് ചെയ്താലും വേണ്ടില്ല, അത് നശിക്കാനും അതിന്റെ ദോഷം അനുഭവിക്കാനും കാരണം എന്താ?
അതിൽ നിന്ന് പാപം ഉണ്ടാകും. അപ്പോൾ അത് ദോഷം അനുഭവിക്കും. അല്ലാതെ ഭഗവാൻ നേരിട്ട് നമുക്ക് ദോഷം ചെയ്യുമൊന്നുമല്ല. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ വിദ്യ ഈശ്വരനാണ് നമുക്ക് ഈ ക്ലേശങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നത്. ഒന്നുമല്ല, നമ്മുടെ പാപദോഷങ്ങൾ തന്നെയാണ്. നമുക്ക് ശ്രദ്ധയില്ലാത്തത് കൊണ്ട് ഈശ്വര കാര്യങ്ങളെ അല്ലെങ്കിൽ ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ട് ഭൗതികത്തിൽ വ്യവഹരിച്ചാൽ അവർക്ക് ഒരിക്കലും ദോഷം ഉണ്ടാവില്ല. അതേസമയം ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈശ്വരനെ ആശ്രയിച്ചാലോ അവിടെ ദോഷം സംഭവിക്കും. കാരണം ശാശ്വതമല്ലാത്തതിന് വേണ്ടിയിട്ട് ആശ്രയിച്ചാൽ ഭഗവാൻ അനന്യമായിട്ട് ഭജിച്ചാൽ നിങ്ങളുടെ ഇഷ്ടഭോഗങ്ങളെങ്കിലും ഫലേച്ഛയോടുകൂടി ചെയ്യുന്നവർക്ക് ഫലവും കൊടുക്കും. കാരണം എന്താ, അങ്ങനെയെങ്കിൽ എന്നെ ഭജിക്കുന്നുണ്ടല്ലോ, അവർ ഉത്കൃഷ്ടരാണെന്ന് പറഞ്ഞു. അപ്പം 3 മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഭക്തരും ശ്രേഷ്ഠരാണെന്ന് തന്നെയാണ് ഭഗവാൻ പറഞ്ഞേക്കണേ. പക്ഷേ ആത്മജ്ഞാനികൾ അത്യുത്തമരാണ്, എനിക്ക് അവരെയാണ് പ്രിയം എന്ന് പറഞ്ഞു. കാരണം ശാശ്വതം ഒരിക്കലും നശിക്കാത്ത സ്ഥിതിയിലേക്ക് എത്തുന്നത് അവരായിരിക്കും. നാശമില്ലാത്തതിനെ ആശ്രയിച്ചാലേ നമ്മൾ നശിക്കാതിരിക്കുള്ളൂ. അതായത് നാശിക്കുന്നതിനായതിൻ്റെ പിന്നാലെ വ്യവഹരിച്ചാൽ അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദുഃഖങ്ങളെ ഉണ്ടാക്കുന്ന മാത്രമല്ല, അതാണ് ജന്മാനുജന്മങ്ങൾക്ക് കാരണമായി ഭവിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതിനുദാഹരണം കൂടെ പറയുന്നു. ഘടസമ്പ്രദാകാശം നിയമേന ഘടേ യഥാ ഘടേ നശ്യതി ആകാശം തദ്വൽ ജീവ ഇഹാത്മനി. കുടത്തിലുള്ള ആകാശം കുടം നശിക്കുമ്പോൾ എപ്രകാരം മഹാകാശത്തിൽ ലയിക്കുന്നുവോ അപ്രകാരം ദേഹത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാവ് യോഗി മുൻ വിവരിച്ച പ്രകാരം ദേഹം പൂർണ്ണമായിട്ട് ത്യജിക്കുമ്പോൾ പരമാത്മാവിൽ ലയിക്കുന്നു. അതായത് 1000 കുടങ്ങൾ നിർത്തി വെച്ചിട്ട് നോക്കിയാലും പുറത്തും ആകാശമാണ്, കുടത്തിനുള്ളിലും ആകാശ. അപ്പൊ ഈ കുടം എല്ലാം കൂടെ നശിപ്പിച്ചാൽ, തച്ചുടച്ചാൽ എന്താ, ഈ കുടത്തിലുള്ള ആകാശവും യഥാർത്ഥ ആകാശവുമായിട്ട് താതാത്മ്യഭാവം പ്രാപിക്കും. പിന്നെ ആകാശം മാത്രമേ നിലനിൽക്കുള്ളൂ. ഇതേപോലെ അനേക ജീവാത്മാക്കളിൽ സ്ഥിതി ചെയ്യുന്ന ആ പരമാത്മ തത്വം ആ ശരീരം നശിച്ച് ഒന്നായി തീർന്നാൽ പിന്നെ പരമാത്മാ ചൈതന്യം മാത്രമേ ഈ ലോകത്തുള്ളൂ എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ജീവാത്മാ ദേഹത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാവ് യോഗി മുൻ വിവരിച്ച പ്രകാരം ദേഹം പൂർണ്ണമായിട്ട് ത്യജിച്ചു കഴിയുമ്പോൾ പരമാത്മാവിൽ ലയിക്കുന്നതാണ്. എപ്രകാരം കടാകാശം മഹാകാശത്തിൽ ലയിക്കുന്നത് പോലെ. അത് അനേക കുടങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടായാലും ഓരോ കുടത്തിനുള്ളിലും കുടത്തിൻ്റെ പുറത്തും ആകാശമാണ്. പുറത്തുള്ള ആകാശം മഹാകാശവും അകത്തുള്ള ആകാശം ഘടാകാശവുമാണ്. ഈ കുടത്തിനുള്ളിലെ ആകാശത്തെ തന്നെ ഘടാകാശം എന്ന് പറയുന്നത്. ഈ കുടങ്ങളെല്ലാം തച്ചുടച്ചാൽ കുടം നശിക്കുന്നതാണ്. അപ്പം ഈ കുടം എല്ലാം നശിച്ചാൽ അതിൽ എത്രയെത്ര 1000 കുടങ്ങൾ തച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ 1000 കുടത്തിലെയും ആകാശം മഹാകാശത്തിലേക്കും. ഇതേപോലെ അനേക കോടി മനുഷ്യരുടെ മറ്റ് ജീവജാലങ്ങളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാക്കൾ പുറത്തും പരമാത്മാവാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ ഈ ശരീരം എപ്പോൾ ത്യജിക്കുന്നു, ഈ ജീവാത്മാക്കളുടെ ഒക്കെ ശരീരം എപ്പോൾ ത്യജിക്കപ്പെടുന്നോ അതിലുള്ള ജീവാത്മാവ് പരമാത്മാവിൽ ലയിച്ച് താതാത്മ്യം പ്രാപിക്കുന്നതാണ്. അപ്പം നമ്മളെല്ലാം വ്യത്യസ്ത വേഷത്തിലും വ്യത്യസ്ത ശരീരത്തിലും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും വേണ്ടില്ല, അതിലുള്ള ജീവാത്മാവ് ഒന്ന് തന്നെയാണ്. അപ്പം നമ്മുടെയൊക്കെ ശരീരം നശിച്ചാൽ ഈ ജീവാത്മാവ് പരമാത്മാവിൽ ലയിച്ചു ചേരും എന്നർത്ഥം, ഓട്ടോമാറ്റിക്കായിട്ട്. അതുകൊണ്ട് കടാകാശം ഇവാത്മാനം വിലയം വേത്തി തത്വത സ ഗച്ഛതി നിരാലംബം ജ്ഞാനമാലോക്യ ന സംശയ. കുടം ഉടഞ്ഞു പോകുമ്പോൾ ഘടാകാശത്തിന് പ്രത്യേകമായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ലാതായിത്തീരുന്നു. അതുകൊണ്ട് ഘടാകാശം മഹാകാശത്തിൽ ലയിച്ചു ചേരുന്നു. അതേപോലെ യോഗാഗ്നിയിൽ ശരീരം നശിച്ചു പോകുമ്പോൾ ജീവാത്മാവിന് പ്രത്യേകം ഒരു പരമാത്മാവിൽ നിൽക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. ഇതാണ് യാഥാർത്ഥ്യം, തത്വം. ഈ തത്വം മനസ്സിലാക്കിയിട്ടുള്ള യോഗി നിരാലംബമായിരിക്കുന്ന പരമാത്മാവിനെ തന്നെ ജ്ഞാനദൃഷ്ടിയാൽ കണ്ടുകൊണ്ട്, അഥവാ പ്രാണൻ, ചിത്തം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇവയെല്ലാം ഒരുമിച്ച് നിരാലംബമായിരിക്കുന്ന പരമാത്മാവിൽ ഉറപ്പിച്ചുകൊണ്ട് ദേഹം ത്യജിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു പരമാത്മാവായി അവശേഷിക്കാതെ പുനർജന്മമില്ലാത്ത നിശ്ചയമായും പരമാത്മാവിൽ തന്നെ ലയിച്ച്, ശ്രീ പരമാത്മാവിൽ തന്നെ ലയിച്ച് മോക്ഷം പ്രാപിക്കുന്നതാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് പുനർജന്മം ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആ പരമാത്മാവിനെ തന്നെ
അത് തന്നെയാണ് എൻ്റെ ജീവാത്മാവും എന്ന് ഉറപ്പിച്ച് രണ്ടല്ല, ദ്വന്ദ്ഭാവത്തെ വിട്ടിട്ട്, സങ്കല്പ വികല്പങ്ങളെ വിട്ടിട്ട് രണ്ടും ഒന്നാണെന്നുള്ള ഭാവത്തിൽ ഒരു ജന്മത്തിൽ തന്നെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, പ്രണവമന്ത്രം സ്മരിച്ചുകൊണ്ട്, എങ്ങനെയാണോ ആ സുന്ദരേശയ്യർ പ്രണവം ജപിച്ചുകൊണ്ട്, ഒന്നും അറിയില്ല, സംസ്കൃത പണ്ഡിതനല്ല, ഈ പറയുന്ന ജപതപാദികളും ചെയ്തിരുന്നില്ല, ഒരു യോഗയും ചെയ്തിരുന്നില്ല, ജ്ഞാനയോഗി ആയിരുന്നില്ല, പക്ഷേ കേവലം ആ ആദ്യമൊക്കെ കർമ്മങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന ആള് കുറേശ്ശെ എന്ത് ചെയ്താലും, ആര് ചോദിച്ചാലും, ദേഷ്യമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും പ്രണവമന്ത്രം ഓം ഓം ഓ എന്ന് പറയണതിന് വരെ ഓം എന്ന് പറയാ, മുളുന്നതിന് പറയാ ഓം പറയാ. ഇത് തന്നെ ബ്രഹ്മവാചകമാണ് പ്രണവം. ഇത് നിരന്തരം സ്മരിച്ച് സ്മരിച്ച് അദ്ദേഹം എപ്പം നിശ്ചയിച്ചോ ഇച്ഛപ്രകാരം തന്നെ ശരീരം ത്യജിച്ചത് കണ്ടില്ലേ നമ്മൾ. ഇതൊക്കെ ഭാരതവർഷത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. വിശ്വസിക്കാൻ കുറച്ച് ഇന്നത്തെ തലമുറയ്ക്കൊക്കെ വ്യത്യസ്തമായിരിക്കും, പക്ഷെ കുറച്ച് നമ്മൾ അനുഭവ തലത്തിലൂടെ വിജ്ഞാനമാക്കണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വിദ്യകളിൽ വെച്ച് രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ അനുഭവവും മഹാത്മാക്കൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളും നമ്മൾ അത് പഠിച്ച് ഇങ്ങനെയൊക്കെ മനുഷ്യജന്മത്തിലുണ്ടാകാം, അനുഭവം ഉണ്ടാകാം. നമുക്ക് അതിനോട് താതാത്മ്യം ബുദ്ധി ഉണരുമ്പോഴാണ് നമുക്കും ആ ഒരു തലത്തിലേക്ക് ഇതൊക്കെ ശരിയാണെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. സംശയിച്ചുകൊണ്ട് ഒരു കാര്യത്തെ സമീപിക്കരുത്, സംശയാത്മാം വിനശ്യതി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, മനുഷ്യജന്മത്തിൽ ഇങ്ങനെയൊക്കെ സാധിക്കും എന്ന് ഭഗവാൻ പറയുന്ന കാര്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കണം. ആദ്യം അതിൽ നമുക്ക് ഉറപ്പുണ്ടാകണം. സംശയിച്ചുകൊണ്ട് ഒരു കാര്യം വിശ്വസിക്കാൻ പോലും സാധ്യമല്ല. അഥവാ വിശ്വസിച്ചാൽ അന്ധവിശ്വാസമാണ്. അപ്പൊ അനുഭവത്തിലൂടെ വിശേഷജ്ഞാനത്തിലേക്ക് എത്താം. ജ്ഞാനത്തെ വിജ്ഞാനസഹിതം പറഞ്ഞു തരാമെന്ന് ഭഗവാൻ പറഞ്ഞ എന്താ? അനുഭവയോഗ്യമാക്കുന്ന വിധത്തിൽ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. നമുക്കത് അനുഭവയോഗ്യം ആകുമ്പോഴേ ഭഗവാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്നുള്ള ബോധം പോലും നമുക്കുണ്ടാവും. ഇല്ലെങ്കിൽ അതിനോട് ഇപ്പൊ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു തലത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അയ്യോ ഇങ്ങനെയൊക്കെ സാധിക്കുമോ എന്ന് പറയുമ്പോൾ തന്നെ അത് സംശയമായല്ലോ. ഇതൊക്കെ എങ്ങനെ സാധിക്കുക എന്നൊക്കെ ചോദിച്ചാൽ മനുഷ്യജന്മത്തിൽ ലളിതമായ രീതിയിൽ തന്നെ ഈശ്വരപ്രാപ്തി പ്രാപിച്ചവരുണ്ട്. അപ്പൊ അങ്ങനെ സാധിക്കുന്നവർക്ക് നമ്മൾ നിശ്ചയിച്ചാൽ മതി, ലക്ഷ്യം തീരുമാനിച്ചാൽ മതി. പിന്നെ നമ്മുടെ മാർഗം തെളിയിച്ചു തരുന്ന ഭഗവാൻ തന്നെയാണെന്ന് നിശ്ചയിച്ചാൽ മതി. പിന്നെ എന്ത് സംഭവിച്ചാലും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കാം. എന്ത് ചെയ്താലും എവിടെ ചെയ്താലും വേണ്ടില്ല, ഒന്നുമില്ലേലും ആ പ്രണവമന്ത്രം സ്മരിക്കുക. ജപിക്കാനും അറിയില്ല, സംസ്കൃതം അറിയില്ല, സാധാരണക്കാരായ ഭക്തരായാൽ പോലും മനുഷ്യൻ്റെതായ ചില ശ്രേഷ്ഠതകളൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. അറിവിൻ്റെ പരിധി ഒന്നും വലിയ മഹാപണ്ഡിതന്മാരായവരൊന്നും അല്ല ഭഗവാനെ പ്രാപിച്ചിട്ടുള്ളത്. അവരൊക്കെ സാധാരണ ലളിതമായ രീതിയിൽ തന്നെ ഭഗവാനെ പ്രാപിച്ചവരുണ്ട്. അപ്പം എല്ലാവർക്കും അർഹതയുണ്ട്, അത് ഉറപ്പിച്ചുകൊള്ള. അപ്പം പാപയോനികളിൽ ജനിച്ചതാണെന്നും പറഞ്ഞ് തെറ്റി, നമ്മളൊക്കെ പാപയോനികളിൽ ജനിച്ചവരാ. കാരണം ഒരു പാപവും ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും വന്ന് ജനിക്കേണ്ടതായിട്ടില്ല, ഭഗവാനിൽ ഇരിക്കേണ്ടതല്ലേ. അപ്പൊ പുരുഷനായാലും സ്ത്രീ ആയാലും പാപയോനികളെ നമ്മളെ ഏറ്റവും വലിയ അത്യാപത്താണ് വീണ്ടും വീണ്ടും വന്ന് ജനിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ശരീരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനെയൊക്കെ ഒഴിവാക്കി ഈ പാപങ്ങളെ മുഴുവൻ നശിപ്പിച്ചാൽ മാത്രമേ ഈശ്വരിലേക്ക് എത്താനും സാധിക്കുള്ളൂ. അതിനുള്ള എളുപ്പമാർഗം പറഞ്ഞു, നാമസങ്കീർത്തനം, സർവപാപപ്രണാശനം. അത് വേറെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ രാമരാമ എന്ന് ജപിച്ചോളൂ ഒരു 14 വർഷം, തന്നെ കണക്കൊക്കെ ശരിയായിക്കോളും, എത്തേണ്ട അടുത്ത് എത്തിക്കോളും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ ചെയ്യുന്നത് കുറച്ച് സമയമാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, സ്മരിച്ചുകൊണ്ട്. ആ സ്മരണയാണ്. അശ്രദ്ധയോടുകൂടി എന്ത് ചെയ്താലും ഇഹത്തിലും പരത്തിലും പ്രയോജനമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പുനർജന്മം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് മനുഷ്യജന്മത്തിന്റെ ഏറ്റവും പരമമായ ലക്ഷ്യം. മനുഷ്യജന്മത്തിലൂടെ അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എത്താനും സാധിക്കും. അപ്പൊ ശ്രേഷ്ഠമായൊരു മനുഷ്യജന്മം കിട്ടിയിട്ടും നമ്മൾ ഈ ആസുരി സമ്പത്തിന്റെ പിന്നാലെ ലഭിച്ചു നടന്നാൽ ആ ആസുരി സമ്പത്തിന്റെ പിന്നാലെ പോകുന്നതൊക്കെ ദുഃഖകാരകങ്ങളായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് നിരാലംബമായിരിക്കുന്ന പരമാത്മാവിൽ ഉറപ്പിച്ചുകൊണ്ട് ദേഹം ത്യജിക്കണം. താനി സർവാണി സംയമ്യ യുക്ത ആസീതമൽപര വശേഖി യശേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠ എന്ന് പറഞ്ഞല്ലോ. അതിലേക്ക് ഉറയ്ക്കണം. അത് ഉറപ്പിക്കാനാണ് വിഷമം. പറയാനും എളുപ്പാ, കേൾക്കാനും എളുപ്പാ. കാരണം നമ്മൾ അറിയാതെ ഇതൊക്കെ പഠിച്ചിട്ടിരുന്നാലും വേണ്ടില്ല, ദേഹബോധത്തിലേക്ക് പോയാൽ എന്തെങ്കിലും ഒരു ശരീരത്തിന് ഒരു വേദന, അസ്വസ്ഥത ഉണ്ടായത് അപ്പോൾ ദേഹബോധത്തിലേക്ക് പോയാൽ ഈ പറയുന്ന പരമജ്ഞാനം സിദ്ധിച്ചവർക്ക് പോലും
ഔട്ടായിപ്പോവും. അവിടെ അസ്വസ്ഥ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ജപിക്കാനിരിക്കുമ്പോൾ പോലും ശരീരത്തിന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ പിന്നെ ജപത്തിൽ ശ്രദ്ധ കുറയും, ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. അപ്പം അതുകൊണ്ട് അതാണ് പരമാത്മാവിൽ ഉറപ്പിച്ചുകൊണ്ട് ദേഹം ത്യജിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പരമാത്മാവ് ആയിട്ട് ഒന്നും അവശേഷിക്കാതെ, യാതൊരുവിധ പുണ്യപാപങ്ങളും അവശേഷിക്കാതെ കർമ്മബന്ധനങ്ങളില്ലാതെ വരുമ്പോഴാണ് പുനർജന്മമില്ലാത്ത അവസ്ഥ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് അനുഭവിച്ചറിയണം. എനിക്കിനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല, നല്ലതോ ചീത്തയായിക്കോട്ടെ, ആർക്കും ഒന്നും കൊടുക്കാനുമില്ല വാങ്ങാനുമില്ല. ഇങ്ങനെ ഒരു അവസ്ഥ ഈശ്വരനോടായാലും പ്രകൃതിയിലുള്ളത് നമ്മുടെ ബന്ധുക്കളോടായാലും നമുക്ക് യാതൊരുവിധ കർമ്മബന്ധനവും ഇല്ലാത്ത ഒരു ഫീലിംഗ് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അപ്പോൾ അതാണ് ജീവൻ മുക്തഭാവം എന്ന് പറയുന്നത്. അപ്പോഴേ അങ്ങനെയുള്ളവർക്ക് സ്വയം ബുദ്ധിമുട്ടാതെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ അനായാസേന ഓരോ നിമിഷവും നമുക്ക് ജീവിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളവർക്ക് ആ ഒരു ബാലൻസിൽ നിലനിർത്തിക്കൊണ്ട് ആ വാസനാബലത്തിലാണ് ശരീരം ത്യജിക്കുന്നതെങ്കിൽ അവർക്ക് പുനർജന്മം ഉണ്ടാകില്ല എന്നുള്ള യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് നിശ്ചയമായും ശ്രീ പരമാത്മാവിൽ തന്നെ ലയിച്ച് മോക്ഷം പ്രാപിക്കുന്നതാണ്. അപ്പോൾ ക്ലിയർ കട്ട് നമുക്ക് ഗീതയിൽ തന്നെ 8-ാം അധ്യായത്തിൽ ഭഗവാൻ കൃത്യമായിട്ട് ഈ മാർഗം വിസ്തരിച്ച് പറഞ്ഞു തരുന്നുണ്ട്, ലളിതമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അയ്യേ അതിസുലഭം എന്ന് ഇത് തന്നെയാണ് രമണ മഹർഷിയും പറഞ്ഞത്. അതിവിടെ ഒന്നോടെ നമുക്ക് ഉറപ്പിച്ചു തരിക ഉത്തരഗീതയിലൂടെ എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഈ 40-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, തപേൽ വർഷ സഹസ്രാണി ചൈക പാദസ്ഥിതോ നര ഏകസ്യ ജ്ഞാനയോഗസ്യ കലാം ന അർഹതി ഷോഡശി. വിധിപ്രകാരം യോഗം പരിശീലിക്കാതെ 1000 കൊല്ലം ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്താലും ആ മനുഷ്യൻ ജ്ഞാനയോഗത്തിന്റെ 16 കലകളിൽ ഒന്നുപോലും ലഭിക്കുന്നതിന് അർഹനല്ല. അപ്പൊ ഈ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. വിധിപ്രകാരം യോഗം പരിശീലിക്കാതെ, യോഗം എന്ന് പറയുന്നത് ഈ യോഗാഭ്യാസമാണെന്നോ ഇല്ലെങ്കിൽ ഈ ഘടയോഗമാണെന്നോ ധരിക്കണ്ട. നമ്മുടെ പ്രകൃതി ശക്തിയും അതായത് ദൈവിക സമ്പത്തും ആസുരി സമ്പത്തും യോജിപ്പിച്ചുകൊണ്ട് ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് അനായാസന ജീവിതം നയിക്കുന്ന അവസ്ഥയ്ക്കാണ് യോഗം എന്ന് പറയുന്നത്. അപ്രാപ്യസ്യ പ്രാപ്യതേത് യോഗം. ആസുരി സമ്പത്ത് എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആസുരി സമ്പത്ത്, ഏറ്റവും വലിയ ആസുരി സമ്പത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ കിട്ടിയ ശരീരം. എന്തുണ്ടായിട്ട് നശിക്കുന്നോ അതാണ് ആസുരി സമ്പത്ത്. അപ്പൊ ബാക്കി നമുക്ക് ഭൗതികമായിട്ടുള്ള ശരീരത്തിന് വേണ്ടിയിട്ട് സമ്പാദിക്കുന്ന ഭോഗവസ്തുക്കളായിക്കോട്ടെ, അതൊക്കെ ആസുരി സമ്പത്താണ്. പക്ഷെ മുഖ്യമായിട്ട് ആസുരി സമ്പത്ത് നമ്മുടെ കൈവശമുള്ളത്, നമുക്ക് അവകാശം പറയാനുള്ളത് നമ്മുടെ ശരീരം. ഇത് പ്രകൃതിയിൽ നിന്നുണ്ടായിട്ടില്ല. ആ ശരീരത്തിൽ 14 ലോകങ്ങളുമുണ്ട്. സ്വർഗലോകമുണ്ട്, പാതാള ലോകമുണ്ട്, നരകമുണ്ട്. എല്ലാം ഈ ശരീരത്തിൽ ഇതിനു മുമ്പ് നമ്മൾ കണ്ടു. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ അതേ കോപ്പിയാണ് ശരീരം. ആകാശം, അഗ്നി, വായു, ജലം, ഇതിന്റെ തത്വങ്ങളും അതിന്റെ ഗുണങ്ങളും എല്ലാം ശരീരത്തിൽ തന്നെയുണ്ട്. അത് ഓരോ നാഡീവ്യൂഹങ്ങളിലൂടെ നിരന്തരം ശരീരത്തെ പോഷിപ്പിച്ച് നിർത്തുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ കാലത്തിന് അനുസരിച്ചുകൊണ്ട് തന്നെ, നമ്മുടെ ആയുസ്സിനനുസരിച്ചുകൊണ്ട് അതിനെ വേണ്ട വിധം പോഷിപ്പിച്ചും നശിപ്പിച്ചും വീണ്ടും പ്രൊഡക്റ്റ് ചെയ്തും ഒക്കെ നിലനിർത്തി തരുന്നുണ്ട് നമുക്ക് ശരീരം. എന്ത് വലിയൊരു സിസ്റ്റമാണ് നടക്കുന്നത്. അതിനുപോലും ആ പ്രോസസ്സ്, ആധാരം, ഈ വ്യവസ്ഥ നടപ്പാക്കുന്നത് ദൈവിക സമ്പത്താണ്. ഈശ്വരന്റെ ഗുണങ്ങൾ 26 ഗുണങ്ങളുടെയും 50% കൊണ്ട് തന്നെ ഈ ശരീരത്തെ നിലനിർത്താനുള്ള ശക്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഈ ശക്തികളെ യോജിപ്പിക്കുന്നതാണ് യോഗം. നമ്മൾ ഈ ഈശ്വര ശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് ഈ ശരീരത്തെ പോലും നമ്മൾ പൂർണ്ണമായിട്ട് വേണ്ട വിധത്തിൽ സംരക്ഷിക്കാതെ നടക്കുന്നതുകൊണ്ട് ശരീരത്തിനും മാനസികമായിട്ടും ശാരീരികമായിട്ടും അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കും. അതൊക്കെ ദുഃഖഹേതുക്കളായിട്ട് മാറിപ്പോകുന്നു. അല്ലാതെ ഈശ്വരൻ ഒരിക്കലും സുഖവും ദുഃഖവും പ്രൊഡക്റ്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. നമ്മൾ ഈ ആസുരി സമ്പത്തിനെ ആശ്രയിച്ച്, അതായത് ദേഹത്തെ ആശ്രയിച്ചുകൊണ്ട് നിന്നാൽ എന്നും ദുഃഖവും സുഖവും ദുഃഖം വന്നുകൊണ്ടിരിക്കും. ചൂടും തണുപ്പും, ലാഭവും നഷ്ടവും, ജയവും ബന്ധവും. അതേസമയം ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചാലോ, ഈശ്വര ശക്തിയും ദൈവിക സമ്പത്തിനെയും ആസുരി സമ്പത്തിനെയും എന്ന് പറഞ്ഞാൽ ശരീരത്തെയും ശരീരത്തിലുള്ള ജീവാത്മാ ശക്തിയെയും അതിന്റെ പ്രഭാവത്തെയും പോഷിപ്പിക്കണം. ശരീരത്തിലുള്ള ഇന്ദ്രിയ മനോബുദ്ധികളാണ് ദേവതാധിഷ്ഠാനത്തിൽ അധിഷ്ഠാന ദേവതകളായിട്ട് തന്നെ അതിനെയൊക്കെ നിലനിർത്തുന്നതും എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ ഇതുവരെ ഗീതയിലും ഉത്തരഗീതയിലും ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പഠിച്ചതുമാണ്. അത് വെച്ചിട്ട് ഇത് രണ്ടും കൂടെ യോജിപ്പിക്കുന്ന ആ യോഗം. അപ്രാപ്യസ്യ പ്രാപ്യ, ഇത് സാധ്യമല്ല എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നത്. ഇത് സാധ്യമായി. അതുകൊണ്ടാണ്
ഇപ്പൊ ഞാൻ ഒരു വർഷത്തേക്ക് ഭജനത്തിന് പോവുക എന്ന് പറയുമ്പോൾ തന്നെ അത് കേൾക്കുന്നവർക്ക് അതേപ്പറ്റി അവബോധമില്ലാത്തവരാ എന്തിന്റെ സൂക്കേടാന്നൊക്കെ ചോദിച്ചത്. എന്തിന്റെ സൂക്കേടാ? നിങ്ങൾക്കില്ലാത്ത സൂക്കേട് എനിക്കുണ്ട്. എന്താ സൂക്കേട്? ബാക്കിയുള്ളവർക്ക് ഭൗതികത്തിൽ മാത്രം ലഭിച്ച് നടക്കുന്നത് ഈ ഭജിക്കാൻ പോകുന്ന ഒരു സൂക്കേടായിട്ട് തോന്നും. എന്താ ഇപ്പൊ ചെയ്യാ? അവർ ഈ ഭൗതിക തലത്തിൽ, എന്നാ ഇവർക്ക് മരുന്നും മന്ത്രമായിട്ട് കഴിയണത്. അവരുടെ ശരീരത്തെ പോലും അവർക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല. അതാ ഏറ്റവും വലിയ സൂക്കേട്. പക്ഷെ അത് ബോധം വേണ്ടേ? വെറുതെ ഒന്ന് നമ്മൾ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങാനും എല്ലാവരെയും ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒരു പ്രോസസ്സ് എന്തിനാ? ഇവരെ ഒന്നും യഥാർത്ഥ പാതയിലൊന്നും കൊണ്ടുവരാൻ എന്ന ഉദ്ദേശിച്ചുകൊണ്ടൊന്നുമല്ല ഞാൻ ഇവരെയൊക്കെ സമീപിച്ച്, ബന്ധുമിത്രാദികളായാലും വേണ്ടില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളെ ഈ ഭൗതിക ലോകത്ത് മനുഷ്യജന്മം കിട്ടിയാൽ പൂർവീയരായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ള ബോധം അല്പമെങ്കിലും അവർക്ക് ഉണ്ടാകട്ടെ എന്ന് ഉദ്ദേശമുണ്ട് അതിനൊക്കെ. എന്നാൽ ചിലർ അങ്ങനെയല്ല പറഞ്ഞത്. കുടുംബത്തിൽ ഇങ്ങനെ ഒരാളുണ്ടായല്ലോ, അതും ഒരു ഭാഗ്യല്ലേ? ഒരാളെങ്കിലും ഒരു നേരമെങ്കിലും, ഞാൻ പറയാറുണ്ടല്ലോ, എനിക്ക് എന്തെങ്കിലും ദക്ഷിണ നിങ്ങൾ തരുന്നുണ്ടെങ്കിൽ ഒരു ഗ്രഹത്തിൽ ഒരു നേരമെങ്കിലും ഒരു ആളെങ്കിലും നാമസങ്കീർത്തനം ചെയ്യൂ, 10 മിനിറ്റെങ്കിലും. എന്തെല്ലാം കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ സമയത്തിന് ഭൗതിക കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഓടി നടക്കുന്നു ഇല്ലേ? ഇതിന് മാത്രം എന്തുകൊണ്ട് സമയമില്ല? അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ഈ ഒരു മാർഗത്തിൽ തിരിഞ്ഞാൽ അതിൻ്റെ വെളിച്ചം ബാക്കിയുള്ളവർക്കൂടെ കിട്ടും, യാതൊരു സംശയവുമില്ല. ഒരു മുറിയില് 100 മുറികളുള്ള ഒരു ഗ്രഹത്തില് ഒരു മുറിയിലേക്ക് ഒരു വെളിച്ചം കൊണ്ട് പോയാൽ ആ ഒരു മുറിയിലെങ്കിലും വെളിച്ചം കാണാൻ സാധിക്കില്ലേ നമുക്ക്? ബാക്കി 99 റൂമിൽ ഇരുട്ടായിക്കോട്ടെ, എന്നാലും എല്ലാവരുടെയും ശ്രദ്ധ എവിടെയാ വെളിച്ചം കാണണേന്ന് ശ്രദ്ധിക്കുമല്ലോ എല്ലാവരും. അപ്പൊ നമുക്ക് ശ്രേഷ്ഠമായൊരു ജന്മം കിട്ടിയിട്ട് ഇങ്ങനെ നശിപ്പിച്ചു കളയാനുള്ളതാണോ എന്നാണ് എൻ്റെ ചോദ്യം. ഇതൊക്കെ സ്വയം ഒന്ന് പരിചിന്തനം നടത്തണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറയുന്നു, വിധിപ്രകാരം യോഗം പരിശീലിക്കാത്ത, യോഗം എന്ന് പറയുന്നത് ഈ പ്രകൃതിയെയും പുരുഷനെയും യോജിപ്പിച്ച് നിർത്തുകയാണ്. അല്ലാതെ യോഗാഭ്യാസോ ഇന്ന് പറയുന്ന പതാഞ്ജലി മഹർഷി പറഞ്ഞ ഘടയോഗ പ്രകാരമുള്ള കുറച്ച് ശീർഷാസനോ ഇല്ലെങ്കിൽ മറ്റു ആസനങ്ങളോ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതൊക്കെ ചെയ്യുന്നത് നമുക്ക് മനസ്സിന് പക്വത വരാൻ. ചിത്തവൃത്തി നിരോധം എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തിൽ നിന്ന് കുറച്ച് അതിൻ്റെ പേരിനെങ്കിലും നമ്മൾ കുറച്ചൊന്ന് വിട്ടു നിൽക്കുമല്ലോ. പിന്നെ ദേഹത്തെ പെർഫെക്റ്റ് ആക്കാൻ ഈ സൂര്യനമസ്കാരം ഇല്ല, അതുപോലെ വ്യായാമം അഷ്ടാംഗയോഗത്തിൽ പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലും ശരീരത്തെ പോലും നമുക്ക് വേണ്ട വിധം അല്ലെ ജോയിൻസ് എല്ലാം വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കും. അത് ശരീരം കൊണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള തപസ്സിനെ പറ്റി ഗീതയിലും 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്, വാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ്, മനസ്സുകൊണ്ട്. ഇത് ശരീരം ഉള്ളപ്പോഴല്ലേ ചെയ്യേണ്ടതും. അപ്പൊ ഇതൊക്കെ ചെയ്താൽ ഈ യോഗം സാധ്യമാകും. ഈ പ്രകൃതിദത്തമായിട്ടിരുന്ന ആസുരീ സമ്പത്താകുന്ന ശരീരത്തിൽ തന്നെ ഉള്ളതായ ഈശ്വര ശക്തിയെ യോജിപ്പിക്കുന്നതാണ് യോഗം. അതുകൊണ്ട് യോജിപ്പിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല. യുക്താഹാര വികാരസ്യ യുക്ത ചേക്ഷസ്സു കർമ്മസ്തു യുക്ത സ്വപ്ന അവബോധസ്യ യോഗോ ഭവതി ദുഃഖ എന്ന് പറഞ്ഞല്ലോ. ഇത് തന്നെയാണ് യോഗം. നമ്മൾ ഈ ശരീരം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ സ്വഭാവവും വാസനാബലവും അനുസരിച്ചുകൊണ്ട് യുക്തമായിട്ട്, അതായത് ഏതേത് പ്രായത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചിട്ടപ്പെടുത്തി കൃത്യമായിട്ട് ചെയ്താൽ അതൊന്നും നമുക്ക് ദുഃഖകാരങ്ങളായിട്ട് വരില്ല. ശരീരം പോലും ക്ഷതം വന്നിട്ട് നമുക്ക് രോഗം വന്നിട്ട് ദുഃഖിക്കേണ്ടി വരില്ല. നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, സംഘദോഷം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ജലത്തെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ജലം കുടിക്കാനും വേണം, നമ്മുടെ ശരീരശുദ്ധിക്കും വേണം, പരിസര ശുദ്ധിയാക്കാനും വേണം. പക്ഷെ ഈ ജലവുമായിട്ട് ലിമിറ്റിൽ കൂടുതൽ ശ്രദ്ധിക്കാതെ സംഘം ഉണ്ടാക്കിയാൽ ജലദോഷം ഉണ്ടാകും. ഇതേപോലെ നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ ഉപയോഗിക്കുന്ന സർവ്വ ഘടകങ്ങളും അതിൽ ഗുണമുണ്ട് ദോഷമുണ്ട്. ആ ഗുണം ദോഷം തിരിച്ചറിഞ്ഞുകൊണ്ട് ഉപയോഗിച്ചാൽ യോഗോ ഭവതി ദുഃഖ. അത് തന്നെയാണ് യോഗം. വേണ്ടത് വേണ്ട വിധത്തിൽ. ഇപ്പൊ എനിക്ക് യോജിക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും യോജിച്ചോണ്ട് നിർബന്ധമില്ല. അവരവർക്ക് യോജിക്കുന്നത് എന്താണെന്ന് സ്വയം കണ്ടെത്തി അതനുസരിച്ചുകൊണ്ട് അവരവരുടെ ശരീരത്തെ നിലനിർത്തുക എന്നുള്ളത് അവരവരുടെ ധർമ്മമാണ്. അല്ലാതെ മറ്റുള്ളവരെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് അത് കഴിപ്പിച്ച് അവരെ തൃപ്തിപ്പെടുത്താൻ നോക്കലല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ശരീരത്തിന് വേണ്ടത് നമ്മൾ സ്വീകരിക്കണം, അതില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കണം. എങ്ങനെ നമ്മുടെ ശരീരം നിലനിർത്താന്നുള്ളത് അവരവരുടെ ധർമ്മ. അത് അവരവർ തന്നെ ശ്രദ്ധിക്കണം.
അത് ചെറുപ്പം മുതലേ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയ ഇതാണ് സംസ്കാരം എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് ചില എഫക്റ്റ് ഉണ്ട്. അതാണ് അഷ്ടാംഗയോഗം എന്ന് പറയുന്നത്. എല്ലാവർക്കും ചെയ്യാവുന്നതായി അഷ്ടാംഗയോഗം എന്ന് പറയുന്നത്. അത് ചെയ്യുമ്പോൾ അവരവർക്ക് യുക്തിസഹജമായിട്ട് ചെയ്യാൻ സാധിക്കണം. കാരണം 10 പേരെ നിർത്തിയിട്ട് അഷ്ടാംഗയോഗം അനുസരിക്കാൻ പറഞ്ഞാൽ ഈ 10 പേരുടെയും 10 സ്വഭാവവും 10 തരത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങളും ശരീരത്തിൻ്റെ ശക്തി പോലും അവരുടെ പൂർവ്വജന്മ ആർജിതമായിട്ടുള്ള ശക്തി കർമ്മ ഫലമനുസരിച്ച ശരീരം കിട്ടിയിരിക്കുക. അപ്പോൾ അതിൽ വ്യത്യസ്തതകൾ ഉണ്ടാകാം. അതുകൊണ്ടാണ് യുക്താഹാര വിഹാരസ്യ യുക്ത തേജസ്സു കർമ്മത്വ യുക്ത സ്വപ്ന അവബോധസ്യ യോഗോ ഭവതി ദുഃഖക പറഞ്ഞത്. അപ്പോൾ അവരവർക്ക് യോജിക്കുന്ന രീതി തിരഞ്ഞെടുത്ത് അത് യോഗമാക്കണം. അപ്പോൾ ആ യോഗം നിങ്ങൾക്ക് ദുഃഖത്തെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. അതാണ്. ഇനി അതൊന്നും അല്ല, ഈ യോഗ അഭ്യാസം കൊണ്ട് 1000 കൊല്ലം ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുന്നത് ശ്രേഷ്ഠമാണെന്ന് വിചാരിച്ച് തപസ് ചെയ്താലും ആ മനുഷ്യൻ ജ്ഞാനയോഗത്തിൻ്റെ 16 കലകളിൽ ഒന്നുപോലും ലഭിക്കുന്നതിന് അർഹനല്ല എന്ന് പറഞ്ഞു. അപ്പൊ യോഗാഭ്യാസത്തിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം. വെറുതെ അഭ്യാസമല്ല യോഗം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് യോഗയുടെ ഉദ്ദേശം എന്താ? ചിത്തവൃത്തി നിരോധം. നമ്മുടെ ഈ ഭൗതിക വസ്തുക്കളിലും ഇല്ലേ അതിലുള്ള സുഖഭോഗങ്ങളിലുള്ള രമിക്കല് അതിനെയൊക്കെ നിരോധിക്കാനാണ് യോഗ പരിശീലനം ചെയ്യാന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ശ്രദ്ധ ബാഹ്യമായ വസ്തുക്കളിൽ നിന്ന് നമ്മുടെ ആന്തരികമായ ശരീരത്തിലും ശരീരത്തിനെ നിലനിർത്തുന്നതായ ശക്തിയെയും യോജിപ്പിക്കാൻ ശ്രദ്ധിക്കലാണ് ചിത്തവൃത്തി നിരോധം എന്ന് പറയുന്നത്. അപ്പോൾ അത് സാധിച്ചാൽ ഇനി ആ 16 കലകൾ എന്തെന്നും കൂടെ ആണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. ജ്ഞാനയോഗത്തിൻ്റെ 16 കലകൾ താഴെ കൊടുക്കുന്നു. അത് നമ്മുടെ അറിവിലേക്ക് എന്തൊക്കെയാണെന്ന് പറയുകയാണ്. നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ളതാണ്. അപ്പം ഈ ജ്ഞാനയോഗമാണ് ഏറ്റവും വലിയ ശ്രേയസ്. അതായത് ഈ ശരീരത്തെയും, ഇത് തന്നെയാണ് ഗീതയിൽ അവസാനം എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുത്ര തത്രശ്രീ വിജയോർ ഭൂതർ ദുവോ നെയ്തർ മതിർമ. അതാണ് നമ്മുടെ ശരീരം ത്തെയും ജീവനെയും, അസുരീ സമ്പത്താകുന്ന ശരീരത്തെയും ദൈവിക സമ്പത്താകുന്ന ജീവനെയും ചേർത്ത് നിർത്തി യോഗാവസ്ഥയിൽ ഉപയോഗിക്കുന്ന ആരോ അവർക്ക് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുന്ന ഭഗവാൻ പറഞ്ഞത്. അത് ചേർക്കലാണ് മമധർമ്മം. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും മനുഷ്യജന്മത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഇത് യോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ധർമ്മം. അപ്പോൾ ക്ഷതം കൂടാതെ ഇരിക്കും. അല്ലാതെ നമ്മൾ 1000 വർഷക്കാലോ ഇല്ലെ 100 വർഷക്കാലോ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തു, ഇല്ലെ ശീർഷാസനത്തിൽ നിന്നു ഒരു ആസനത്തെ സിദ്ധി നേടിയിട്ട് അതിലിരുന്നു എന്ന് പറയുന്നതല്ല. പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും ഈ യോഗാവസ്ഥ നമുക്ക് കൈവരുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് ഒന്നിനും പ്രയോജനപ്പെടില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞു. അപ്പം ജ്ഞാനയോഗത്തിലെ 16 കലകൾ എന്തൊക്കെയാണെന്ന് ഇനി പറയാണ്. സമഷ്ടി പ്രാണനായിരിക്കുന്ന ഹിരണ്യഗർഭനാണ് പ്രഥമ കല. ഹിരണ്യഗർഭം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ ഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന, അതായത് ഭഗവാനാകുന്ന ആ ബ്രഹ്മഗർഭത്തിൽ ഹിരണ്യഗർഭത്തിലെ ജീവകലയാണ് ആദ്യത്തെ കല. രണ്ടാമത്തെ കല നന്മകൾക്കും ഹേതുവായിരിക്കുന്ന ശ്രദ്ധയാകുന്നു. അതായത് ദൈവിക സമ്പത്തിനെ പോഷിപ്പിക്കാനുള്ള ശ്രദ്ധയാണ് രണ്ടാമത്തെ കല. ആ ശ്രദ്ധയും നമുക്ക് ഇതിനോടൊപ്പം ജീവകലയോടൊപ്പം തന്നെ നമുക്ക് മനുഷ്യൻ തന്നെ ശ്രദ്ധാമയനാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനാണ് ശ്രദ്ധ. ബാക്കിയുള്ളതിലൊക്കെ അവരവരുടെ സ്വഭാവം അനുസരിച്ചുള്ള മറ്റ് ജീവജാലങ്ങളൊക്കെ അതിനും ശ്രദ്ധയുണ്ട്. പക്ഷെ വികലമായ ശ്രദ്ധയായിരിക്കും. എങ്ങനെ വികലമായ ശ്രദ്ധ എന്ന് പറയണേ? നിങ്ങൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു നായി ചിലപ്പോൾ ഭയങ്കര സ്പീഡിൽ ഓടണ കാണും. അതേ സ്പീഡിൽ തന്നെ തിരിച്ചും വരും. എന്തിനാ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നായ്ക്കും അറിയില്ല. എന്തോ ആരുടെയോ എന്തോ ഒരു അജയ്യമായ ഒരു പ്രേരണ കൊണ്ട് നമുക്ക് വെറുതെ ഗേറ്റിന് വെളിയിൽ റോഡിൽ നോക്കി നിന്നാൽ അറിയാം. ഒരു നായ ചിലപ്പോൾ ഭയങ്കര സ്പീഡിൽ ഓടണ കാണാം. ചിലപ്പോൾ അതിൻ്റെ പിന്നാലെ 2-3 വേറെ ഉണ്ടാവും. എന്നിട്ട് അത് അതേ സ്പീഡിൽ തന്നെ തിരിച്ചും വരുന്ന കാണാം. യാതൊരു ലക്ഷ്യവുമില്ലാതെ ഇതാണ് അശ്രദ്ധ എന്ന് പറയുന്നത്. ഇത് മറ്റു ജീവജാലങ്ങൾക്കൊക്കെ, എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. മനുഷ്യനും ചില സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കും. ബുദ്ധി വികലമായാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ കേട്ടിട്ട് അതിൻ്റെ പിന്നാലെ പോകും. എന്തിനാ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ലക്ഷ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയാണ് ഇവിടെ, ലക്ഷ്യബോധം ഇല്ലാതെ. അതുകൊണ്ട് ഇവിടെ രണ്ടാമത്തെ കല എന്ന് പറയുന്നത് എന്താ? നമുക്ക് കൃത്യമായിട്ട് ലക്ഷ്യബോധത്തോടുകൂടി
അത് പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ. ഇത് നമുക്ക് മനുഷ്യനെ, സ്ത്രീ ആയാലും പുരുഷനായാലും എല്ലാവർക്കും തന്നിട്ടുണ്ട്. നമുക്ക് താല്പര്യമുള്ള വിഷയത്തിൽ ഭയങ്കര ശ്രദ്ധയാന്ന് ഞാൻ പറയാറുണ്ടല്ലോ. അതാണ് രണ്ടാമത്തെ കല. അതൊരു ശ്രദ്ധ എന്ന് പറയുന്ന ഹേതുവാണ്. നമ്മളെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നത് ഏറ്റവും വലിയ കലയാണ് ശ്രദ്ധ. പഞ്ചമഹാഭൂതങ്ങളാണ്. എത്ര പ്രാവശ്യം ഈ ശ്രദ്ധയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലക്ഷ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പല പ്രാവശ്യം ചിലപ്പം അതിൽ നിന്ന് പിന്തിരിയാനുള്ള പ്രേരണയും, ഇല്ലെങ്കിൽ അതിൽ ലക്ഷ്യത്തിലെത്താതെ തിരിച്ച് പല ക്ലേശങ്ങൾ കൊണ്ടും ഇല്ല തോറ്റുപോയിട്ട് പരാജയം ഫീൽ ചെയ്യേണ്ടിയൊക്കെ വരും. ശരീരത്തിന് വരെ ക്ലേശം ഉണ്ടാകും. അപ്പം ആ ശ്രദ്ധ വിടാതെ ആ ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിന്നാൽ എത്ര പ്രാവശ്യം, കുട്ടി നടക്കാൻ പഠിക്കുന്നത് എങ്ങനെയാ, പല പ്രാവശ്യം വീണിട്ടാ. നമ്മളിപ്പോൾ 2 വീലറോ അല്ലെങ്കിൽ 4 വീലറോ ഒക്കെ ഓടിക്കാൻ പഠിക്കുന്നത് എങ്ങനെയാ, പല പ്രാവശ്യം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് ലക്ഷ്യത്തിൽ എത്തിച്ചേരുക. അപ്പൊ ആ ശ്രദ്ധയും ആ ലക്ഷ്യത്തിൽ ശ്രദ്ധ ഉറച്ചു നിൽക്കുന്നത് ഒരു കലയാണെന്നർത്ഥം. പിന്നെ പഞ്ചമഹാഭൂതങ്ങളാണ് കല. മൂന്നാമത്തെ കല എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ, ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി. അത് ശരീരത്തിൽ തന്നെയുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ കലാ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അതിൻ്റെ ഗുണങ്ങളാണ്. പഞ്ചഗുണങ്ങളാണ് യഥാർത്ഥത്തിൽ കല. അതാണ് ജ്ഞാനേന്ദ്രിയങ്ങളെ പ്രവർത്തിക്കുന്നത്. അപ്പം ജ്ഞാനേന്ദ്രിയങ്ങൾ നാലാമത്തെ കലയാണ്. കണ്ടിട്ടോ കേട്ടിട്ടോ സ്പർശിച്ചിട്ടോ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്ന ആ ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രവർത്തനമാണ്, അതിനെയാണ് 5 ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനം ഒരു കലയാണ്. പിന്നെ അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കർമ്മേന്ദ്രിയങ്ങളുടെ 5ാമത്തെ കലയാണ്. നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 5ാമത്തെ കലയാണ് കർമ്മേന്ദ്രിയങ്ങളും അതിൻ്റെ ശക്തിയും. ഇന്ദ്രിയങ്ങളുടെ നാഥനായിരിക്കുന്ന മനസ്സാണ് 6ാമത്തെ കല. അതാണ് 6th സെൻസ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. 6ാമത്തെ കലയാണ് മനസ്സ്. മനസ്സിൻ്റെ ഉള്ളിലാണ് ഈശ്വരൻ പോലും സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു. 6ാമത്തെ ഇന്ദ്രിയമാകുന്ന ഞാൻ മനസ്സാകുന്നു എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിന്തനശേഷിയാകുന്ന ചിത്തം 7ാമത്തെ കല. അതായത് മനസ്സ് കഴിഞ്ഞാൽ പിന്നെ ചിന്താശേഷിയെ, വിവേചന ശക്തി ഉണ്ടാക്കി തരുന്നത് ബുദ്ധിയാണെന്നർത്ഥം. അപ്പം 7ാമത്തെ കലയാണ് ബുദ്ധി. ബുദ്ധിയെക്കാളും ഉപരിയാണ് ചിത്തം എന്ന് പറയുന്നത്, അതായത് ആത്മശക്തി. നിശ്ചയസ്വരൂപമായ ബുദ്ധി 8ാമത്തെ കലയായിട്ടാണ് പറയണത്. ഈ മനസ്സിൻ്റെ അകത്താണ് ആത്മസ്വരൂപം, ജീവകല നിലനിൽക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടി നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാ. ആജ്ഞാചക്രത്തിൽ മനസ്സ്, ആ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സ്ഥാനമുണ്ട്. അവിടെയാണ് ബിന്ദുരൂപേണ ആ ആത്മസ്വരൂപം സ്ഥിതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് 6ാമത്തെ കലയ്ക്കാണ് ഏറ്റവും ചിത്തം 7ാമത്തെ കല. അതായത് മനസ്സ് 6ാമത്തെ കലയാണ്. അതിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചിത്തത്തെ, ആത്മസ്വരൂപത്തെയാണ് ഇവിടെ 7ാമത്തെ കല എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ ഉറപ്പിച്ചു തരുന്നത് ബുദ്ധിയാണ്. അതുകൊണ്ട് നിശ്ചയസ്വരൂപമായിരിക്കുന്ന ബുദ്ധി 8ാമത്തെ കലയാണ്. പ്രവർത്തനത്തിൻ്റെ ആധികാരികമായിരിക്കുന്ന അഹങ്കാരം 9ാമത്തെ, ഞാൻ എന്ന ഭാവം, അഹംബോധം, അത് 9ാമത്തെ കലയാണ്. പിന്നെ നിലനിൽപ്പിന് ആവശ്യമായ അന്നമാണ് 10ാമത്തെ കല. അന്നം ബ്രഹ്മമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അന്നമയമായ ശരീരത്തെ നിലനിർത്തണമെങ്കിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണം. അത് അന്നം എന്ന് പറഞ്ഞാൽ സസ്യലതാദികളിൽ നിന്ന് ഉണ്ടാകുന്ന, ഫലമൂലാദികളിൽ നിന്നുണ്ടാകുന്ന ഭക്ഷണ പദാർത്ഥമാണ് അന്നം എന്ന് പറയുന്നത്. അപ്പോൾ അന്നമയമായ കോശത്തെ നിലനിർത്തുന്നത്, ശരീരത്തെ പോഷിപ്പിച്ച് നിർത്തുന്ന പ്രധാനമാണ് ബ്രഹ്മം ആകുന്ന അന്നം. അന്നം ബ്രഹ്മമാണെന്ന് നമ്മൾ പഠിച്ചതാണ്. അന്നത്തിൽ നിന്നുണ്ടാകുന്നതും പ്രവൃത്തികൾക്ക് പ്രചോദനമാകുന്ന വീര്യമാകുന്നു 11ാമത്തെ കല. അതായത് ഈ ഭക്ഷണം കഴിച്ചിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ശരീരത്തെ പോഷിപ്പിക്കാനുള്ള പ്രോട്ടീൻസ് ആണ് ഇവിടെ 11ാമത്തെ കലയായിട്ട് പറയുന്നത്. യമനിയമ ആദി രൂപത്തിലുള്ള യോഗം അഥവാ തപസ്സാകുന്നു. അതായത് യമനിയമങ്ങൾ പാലിക്കാനുള്ള പ്രേരണ, അതായത് ഈശ്വരൻ കൽപ്പിതമായിരിക്കുന്ന യമനിയമങ്ങളുണ്ട്. അത് അഷ്ടാംഗ യോഗത്തിൽ പറയുന്നതാണ്. തുടക്കത്തിൽ ആദ്യം അത് വേണം നമ്മുടെ സ്വഭാവശുദ്ധിക്കൊക്കെ പ്രേരണ നൽകുന്നത്. അത് ആണ് അഥവാ യോഗം അഥവാ തപസ് എന്ന് പറയുന്നത്. അത് 12ാമത്തെ കലയാണ്. പിന്നെ ഉപാസനയ്ക്ക് സൗകര്യവും മാർഗവും നൽകുന്ന ഹംസമന്ത്രം, പ്രണവമന്ത്രത്തെയാണ് സോഹം എന്ന് പറയുന്ന മന്ത്രമാണ് ഇവിടെ. പ്രണവം തുടങ്ങിയ മന്ത്രങ്ങൾ ജ്ഞാനപുരുഷന്റെ 13ാമത്തെ കലയാണ്.
12ാമത്തത് ഹംസമന്ത്രം. സോഹം എന്ന് പറയുന്ന ശ്വാസമെടുക്കുകയും വിടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തെയാണ് ഹംസമന്ത്രം എന്ന് പറയുന്നത്. അത് 12ാമത്തെ കലയാണ്. 13ാമത്തെ പ്രണവം തുടങ്ങിയ ഹംസമന്ത്രവും തന്നെയാണ് പ്രണവമെങ്കിലും നമ്മളിതൊന്നും അറിയാതെ തന്നെ ശ്വാസം എടുക്കുകയും വിടുമ്പം സോഹം എന്ന ശബ്ദം അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ധ്വനിക്കുന്നുണ്ട്. അത് 12ാമത്തെ കലയാണ്. അത് ഉപാസനയ്ക്ക് പ്രേരണയും സൗകര്യം ഉണ്ടാക്കി തരുന്നത് ആ ശ്വാസഗതിയാണ്. പിന്നെ പ്രണവമന്ത്രം തുടങ്ങിയ മന്ത്രങ്ങൾ ജ്ഞാനപുരുഷന്റെ 13ാമത്തെ കലയാണ്. അതാണ് മന്ത്രസ്വരൂപൻ എന്ന് ഭഗവാന് പറയാൻ കാരണം. അത് 13ാമത്തെ കലയാണ്. ആസന, പ്രാണായാമ, ധ്യാന, ധാരണ, സമാധികളാകുന്ന കർമ്മങ്ങൾ 14ാമത്തെ കലയാണ്. അതായത് അഷ്ടാംഗയോഗം അനുസരിച്ചാൽ ഈ 16 കലകളും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിൽ പ്രകടമാകും എന്നർത്ഥം. അപ്പം ഈ ആസന, പ്രാണായാമ, ധാരണ, സമാധികൾ എല്ലാം തന്നെ 14ാമത്തെ കലയാണ്. അഷ്ടാംഗയോഗം എല്ലാം അനുസരിക്കുന്നത് തന്നെ ഈ വക 14 കലകളും പ്രകടമാകും. ഇനി കർമ്മങ്ങളുടെ ഫലഭൂതങ്ങളായിരിക്കുന്ന ലോകങ്ങൾ 15ാമത്തെ കലയും. അതായത് പ്രകൃതി നൽകുന്ന നല്ലതും ചീത്തയായിട്ടുള്ള ഫലം എന്ത് കിട്ടിയാലും വേണ്ടില്ല, ആ സിദ്ധിസിദ്ധ്യോ സമഭൂത്വ, അത് 15ാമത്തെ കലയാണ്. അപ്പോൾ ഏത് കർമ്മം ചെയ്താലും ഫലേച്ഛ ഇല്ലാതെ ചെയ്താലും അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പ്രകൃതി തന്നെ ഫലത്തെ നൽകുന്ന അർത്ഥം. ആ ഫലത്തെയാണ് 15ാമത്തെ കലയായിട്ട് പറയുന്നത്. ഇനി ലോകങ്ങൾക്കും ജീവികൾക്കും ദ്രവ്യങ്ങൾക്കും മറ്റുമുള്ള നാമങ്ങൾ ജ്ഞാനയോഗത്തിൻ്റെ 16ാമത്തെ കലയാകുന്നു. ഈ വിധത്തിലുള്ള 16 കലകളാണ് ജ്ഞാനയോഗം ആകുന്ന മഹാപുരുഷനുള്ളത്. അപ്പം ആ പരമാത്മാവിൻ്റെ ഈശ്വര ചൈതന്യത്തിൻ്റെ 16 കലകളെയാണ്, അതായത് ഈശ്വരീയമായിട്ടുള്ള ദൈവിക സമ്പത്ത് തന്നെയാണ് ഈ 16 കലകൾ. ഇത് എല്ലാം കൂടെ സമ്മേളിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ സമ്മേളിക്കുന്നുണ്ട്. ഇതിനെ അറിഞ്ഞുകൊണ്ട് അഷ്ടാംഗയോഗം അനുസരിച്ചാൽ ഈ 16 കലകളും നമ്മളിൽ പ്രകടമാകും എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ ഇത് ശരിക്കും അറിഞ്ഞുകൊണ്ട് അഷ്ടാംഗയോഗം അനുസരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ 16 കലങ്ങളും നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ അനുഭവത്തിൽ വരാൻ തുടങ്ങും. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ പ്രകടമാകാൻ തുടങ്ങുമ്പോൾ ആ ഈശ്വര ചൈതന്യത്തിൻ്റെ തേജസ് നമ്മുടെ ചിന്തയിലും വാക്കിലും ഒക്കെ പ്രകടമാകാൻ അനുഭവിച്ചറിയുന്ന അവസ്ഥയിലേക്ക് എത്തും. ഇതാണ് ജ്ഞാനയോഗത്തെ വിജ്ഞാനമാക്കാമെന്ന് ഭഗവാൻ പറഞ്ഞത്. അതാണ് 9ാം അധ്യായത്തിൽ ജ്ഞാനത്തെ വിജ്ഞാനമാക്കി ഞാൻ പറഞ്ഞു തരാം. ഇത് മനസ്സിലാക്കാനും ഇത് പറഞ്ഞ് ലളിതമായിട്ട് ചെയ്യാനും, ചെയ്താൽ സുഖാനും, ഈ ധർമ്മമാർഗം ഏറ്റവും സുഖം നൽകുന്നതാണ്, ചെയ്യാനും സുഖമുള്ളതാണ്, അനുഭവിച്ചാൽ അതുകൊണ്ട് സന്തോഷത്തെ, സുഖത്തെ ലഭിക്കുന്നതാണ്, അത് നിലനിർത്തി ശാശ്വതമായ സുഖത്തിലേക്ക് എത്തിക്കുന്നതാണെന്നൊക്കെ ഭഗവാൻ ഗീതയിലും 9ാം അധ്യായത്തിൽ ഈ രഹസ്യവും പറഞ്ഞു തരുന്നുണ്ട്. അപ്പം 64 കലകളുടെയും ഉടമയാണ് നമ്മൾ. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞ 16 കലകൾ. ഇത് ദൈവിക സമ്പത്താണ്. അതിനെ ശരീരശക്തിയെയും പ്രകൃതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഈ ശരീരത്തെയും ജീവാത്മാവിൻ്റെ ശക്തിയെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ദേവാൻ ഭാവേതാനേനദേവ ഭാവേന്തുവാക പരസ്പരം ഭാവേന്തക ശ്രേയ പരമവാപ്സ്യ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിൽ തന്നെയുള്ള ദൈവിക ശക്തികളെ അധിഷ്ഠാനമായ ഈ അഷ്ടാംഗയോഗത്തിലൂടെ തന്നെ ഇതിനെ പോഷിപ്പിക്കാൻ സാധിക്കും. അത് അവരവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, മറ്റാരെ ആശ്രയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ആ ഭഗവാനെ അനന്യമായിട്ട് സ്മരിച്ചുകൊണ്ട്, ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട്, ഭഗവാനെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് ഇതിനെയൊക്കെ പോഷിപ്പിക്കണമെന്ന ലക്ഷ്യബോധത്തോടുകൂടി നമ്മുടെ ചിന്തയും വാക്കും പ്രവർത്തിച്ച് അതനുസരിച്ചുകൊണ്ട് ശരീരശക്തിയെയും ഈശ്വരശക്തിയെയും കൂടെ പോഷിപ്പിച്ച് യോജിപ്പിച്ച് നിർത്താൻ സാധിച്ചാൽ അതിന് അഷ്ടാംഗയോഗം അനുസരിച്ചാൽ മതി. 5 യോഗങ്ങൾ നമ്മൾ അനുസരിച്ചാൽ ബാക്കി 3 യോഗങ്ങൾ നമുക്ക് ആ സ്ഥിതിയിലേക്ക് ഭഗവാൻ കൈപിടിച്ചുയർത്തിക്കോളും എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗത്തോട് സമർപ്പിക്കാം. ഈ 4 ശ്ലോകങ്ങൾ നമുക്കൊന്ന് പാരായണം ചെയ്തുകൊണ്ട് സമർപ്പിക്കാം. 37ാമത്തെ ശ്ലോകം. അഹം ബ്രഹ്മേതി മാം ധ്യായേ ദേകാഗ്ര മനസാസകൽ സർവം തരതി പാപ്മാനം കൽപ്പകോടി ശതൈകൃതം ഘടസംവൃതമാകാശം നിയമ്യേന ഘടേയത ഘടേ നശ്യതിനാകാശം തദ്വൽ ജീവ ഇഹാത്മനി ഘടാകാശമിവാത്മാനം വിലയം വേത്തി തത്വത സ ഗച്ഛതി നിരാലംബം ജ്ഞാനമാലോക്യ ന സംശയ തപേൽ വർഷസഹസ്രാണി ചൈക പാദസ്ഥിതോ നര ഏകസ്യ ജ്ഞാനയോഗസ്യ കലാം ന അർഹതി ഷോഡശീം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരിഗോവിന്ദ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോടെ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കട്ടെ
എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം സമർപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാഗോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.